പുൽക്കൂട്ടിൽ കിടത്തുകയും ചെയ്തു. അവർ പാർത്തിരുന്ന സ്ഥലത്ത് രാത്രിയാമങ്ങളിൽ തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ കാത്തുകൊണ്ടിരുന്ന ആട്ടിടയന്മാരുണ്ടായിരുന്നു. ദൈവത്തിന്റെ മാലാഖ അപ്പോൾ അവരുടെ അടുക്കൽ ചെന്ന് കർത്താവിന്റെ തേജസ് അവരുടെ മേൽ ശോഭിച്ചു. അവർ വളരെ ഭയപ്പെടുകയും ചെയ്തു. മാലാഖ അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹാ കർത്താവ് എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ഇന്ന് ബേത്ലഹേമിന്റെ ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്കടയാളം. വസ്ത്രങ്ങൾ പുതപ്പിച്ച് ഒരു പുൽക്കൂട്ടിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് ആ മാലാഖയോടുകൂടി അനേകം സ്വർഗസേനകൾ പ്രത്യക്ഷമായി. അവർ ഇപ്രകാരം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ഉള്ളവാക ധരണിയതേ ശാന്തി നല്ലൊരു ശരണം നരലോകത്ത് ഉള്ളവാക ധരണിയതേ ശാന്തി നല്ലൊരു ശരണം നരലോകത്ത് ശുഭത്തോ ശബരോ തോബു ലബനൈനോഷോ ഉളവാക സ്തുതി ദൈവത്തിനുമാനിൽ ധരണിയതിൽ ശാന്തി നല്ലൊരു ശരണം നരലോക. അച്ഛനെ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നു. മാലാഖമാരും പ്രധാന മാലാഖകൾ സ്തുതിക്കുന്ന പോലെ ഡൽഹിയിലും മണ്ണയിലുമായി ഞങ്ങൾ സ്തുതിച്ച് പറയുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഒരുവൻ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യമക്കൾക്കുള്ള ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ കരയറ്റുന്നു. പിതാവും ദൈവമായ കർത്താവേ, പുത്രനായ ദൈവമായ കർത്താവേ, വിശുദ്ധവുമായിട്ട് കൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ വലുപ്പനിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നതിന് വൈദ്യനുമായ ദൈവമേ, നിന്റെ ജീവിതങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നീ മാത്രം പരിശുദ്ധനാകുന്നു. പിതാവാൻ ദൈവത്തിന്റെ മഹത്വത്തിന് വിശുദ്ധവുമായിട്ട് കൂടെ യേശുമിശിഹാ നീ മാത്രം കർത്താവാകുന്നു. എല്ലാ കാലങ്ങളും ജീവനിക്കും നാളിലൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെടുകയും നിത്യതയുള്ളതിന്റെ പരിശുദ്ധനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ദൈവമായ സുരക്ഷിത കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മാത്രമുള്ള സ്ത്രീകളായി ജീവനുള്ള വിശുദ്ധരും പൂർച്ചയാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. കരുണയുടെ വാദം ഞങ്ങളുടെ മുമ്പിൽ നീ അടയ്ക്കരുതേ. മാലാഖമാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ശേഷം ആട്ടിടയന്മാർ നമുക്ക് ബേത്ലഹേം വരെ ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച പ്രകാരമുണ്ടായ ആ സംഗതി കാണാമെന്ന് പറഞ്ഞു. അവർ ദ്രുതഗതിയിൽ ചെന്ന് മറിയാമിനെയും യൗസേപ്പിനെയും പുൽക്കൂട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടതിനു ശേഷം അവർ ആ ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട സംഗതി പ്രസിദ്ധമാക്കി. കേട്ടവരെല്ലാവരും ആട്ടിടയന്മാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു. മറിയാമാകട്ടെ ഈ വാർത്തകളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിരൂപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളോട് പറയപ്പെട്ട പ്രകാരം സകലതും കാണുകയും കേൾക്കുകയും ചെയ്ത ആട്ടിടയന്മാർ തന്നിമിത്തം ദൈവത്തെ സ്തുതിച്ചും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. വറക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ വൈദികരും ശുശ്രൂഷക്കാരും ഈ തീജ്വാലയ്ക്ക് ചുറ്റും 3 പ്രദക്ഷിണം, അതായത് 2 ആൻറ്റി ക്ലോക്ക് വൈസും 1 ക്ലോക്ക് വൈസും പ്രദക്ഷിണം വെച്ച് അതിനുശേഷം ഞങ്ങളോട് മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ കൈവശം തന്നിരിക്കുന്ന കവറിലുള്ള സുന്ദരിക്കം ഈ തീജ്വാലയിൽ കവറോടുകൂടി തീജ്വാലയിൽ ഇട്ടിട്ട് വന്നത് പുറകെ തന്നെ ദേവാലയത്തിനകത്ത് നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കൂടെ അകത്തോട്ട് പ്രവേശിച്ച് പ്രധാന കവാടം വഴി അകത്ത് പ്രവേശിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു.